എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 64-ാമത്തെ സർഗത്തിൽ 15 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനും രംഭയും തമ്മിലുള്ളതായ കൂടിക്കാഴ്ച. അങ്ങനെ രംഭയുടെ നൃത്തവും ഗീതവും അതുപോലെ തന്നെ കുയിലുകളുടെ ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ വിശ്വാമിത്രന് മനസ്സിലായി ഇതൊക്കെ ഇന്ദ്രൻ്റെ പണികളാണ്, തൻ്റെ തപശക്തി ഇല്ലാതാക്കാനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന്. അങ്ങനെ രംഭയെ കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു. ഈ ശാപമൊക്കെ കഴിഞ്ഞതോടു കൂടിയിട്ട് വിശ്വാമിത്രന് വളരെയധികം മനസ്താപവും ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. 15-ാമത്തെ ശ്ലോകം. തസ്യ ശാപേന മഹതാരംഭാ ശൈലീ തദാഭവത് വചശ്രുത്വാ ച കന്ദർപ്പോ മഹർഷേ സ ച നിർഗത. തസ്യ മഹതാശാപേന, അദ്ദേഹത്തിൻ്റെ ആ അതിഗംഭീരമായ കൊടിയ ശാപത്താൽ രംഭ തഥാ ശൈലി അഭവത്, അപ്പോൾ തന്നെ രംഭ ഒരു പാറയായി തീർന്നു. പാവം. ഈ ഇന്ദ്രൻ്റെ വാക്ക് കേട്ട് വന്നിട്ട് വിശ്വാമിത്രൻ്റെ ശാപത്തിന് പാത്രീഭവിച്ചു രംഭ. 10,000 കൊല്ലം പാറയായിട്ട് വർത്തിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം വചശ്രുത്വ, അദ്ദേഹത്തിൻ്റെ ഈ ശാപവാക്കുകളൊക്കെ കേട്ടതോടുകൂടിയിട്ട്, അതാണ് മഹർഷേഹേ വചശ്രുത്വ, മഹർഷിയുടെ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് കന്ദർപ്പ സച നിർഗത, കന്ദർപ്പനും ഇന്ദ്രനും, ഇവിടെ ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ കന്ദർപ്പനും പോന്നു, ഇന്ദ്രനും പോന്നു. അവിടെ പിന്നെ ഞങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് രംഭയ്ക്ക് സഹായമൊക്കെ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞതാണ്. ഒന്നും നടന്നില്ല. ഒറ്റ ദേഷ്യത്തിൽ വിശ്വാമിത്രൻ രംഭയെ പാറയായിട്ട് പോവട്ടെ എന്ന് ശപിച്ചു. അത് കണ്ടതോടു കൂടിയിട്ട് പേടിയായി ഇന്ദ്രനും കാമദേവനും അവിടെ നിന്ന് ഓടിപ്പോന്നു എന്നാണ് പറയണത്. കോപേന ച മഹാതേജസ്തപോപഹരണേ കൃതേ ഇന്ദ്രിയൈരജിതൈരാമ നലേഭേ ശാന്തിമാത്മന. അപ്പോൾ വിശ്വാമിത്രൻ തന്നെ വിചാരിക്കുകയാണ്, കോപേന തപോപഹരണേ കൃതേ, കോപം കൊണ്ട് തപസ് അപഹരിക്കപ്പെട്ടപ്പോൾ മഹാതേജാഹ, ആ മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ അജിതൈഹി ഇന്ദ്രിയൈഹി ആത്മനഃശാന്തിം നലേഭേ. അജിതൈഹി ഇന്ദ്രിയൈഹി എന്ന് പറഞ്ഞാലോ, ഇന്ദ്രിയങ്ങൾ അടക്കം വന്നിട്ടില്ലല്ലോ, തനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇന്ദ്രിയങ്ങളാൽ, അവിടെ മനസ്സാണ് ഏറ്റവും ശക്തം. അടക്കം വരാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കണ്ണായാലും നാവായാലും ഒക്കെ മനസ്സോരോന്ന് പറയണതിനനുസരിച്ച് തുള്ളുകയാണ്. അതുകൊണ്ടാണ് ഈ രംഭയെ ശപിച്ചത്. കാമത്തിനെ ജയിച്ചുവെങ്കിലും ക്രോധത്തിനെ ജയിച്ചില്ലല്ലോ. അതുകൊണ്ട് അടക്കം വരാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഏറ്റവും അധികം പൊറുതി മുട്ടിയവനായിട്ടുള്ള വിശ്വാമിത്രൻ ആത്മനഃശാന്തിം നലേഭേ, സ്വയം ശാന്തി ലഭിക്കാതെ സങ്കടപ്പെട്ടു. എന്തിനാണ് താൻ ഇത്രയധികം തപസ് ചെയ്തത്? എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? അതികഠിനമായിട്ട് ശപിച്ചു. ആ ശാപം കൊണ്ട് കുറേ തപസ് അപഹരിക്കപ്പെടുകയും ചെയ്തു. അത് ചെയ്യാൻ പാടില്ല. കാമത്തിനെയും ക്രോധത്തിനെയും ജയിക്കാൻ പറ്റണം, അതിനാണ് തപശക്തി. പക്ഷേ അത് വിശ്വാമിത്രന് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്നിട്ട് അടുത്ത ശ്ലോകം നോക്കാം. ബഭൂവാസ്യ മനശ്ചിന്ത തപോപഹരണേ കൃതേ നൈവം ക്രോധം ഗമിഷ്യാമി നച വക്ഷ്യേ കഥഞ്ചന. ഇങ്ങനെ തപസ് അപഹരിക്കപ്പെട്ടപ്പോൾ തപോപഹരണേ കൃതേ, ദേഷ്യം കൊണ്ട് ക്രോധം കൊണ്ട് ശാപം ഉണ്ടായി. ആ ശാപത്തോടു കൂടിയിട്ട് തപസ് കുറെ അപഹരിക്കപ്പെട്ടപ്പോൾ അസ്യ മനഃചിന്ത ബഭൂവ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത ഉണ്ടായി. ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇനി ക്രോധത്തിലേക്കും പോകരുത്. കാമത്തിലേക്ക് പോയില്ല, നല്ല കാര്യം, പക്ഷെ ക്രോധത്തിലേക്കും പോവാൻ പാടില്ല. അഹം ക്രോധം ന ഗമിഷ്യാമി, ഞാൻ ക്രോധത്തിലേക്ക് ഇനി പോവുകയില്ല. അതുമാത്രമല്ല കഥഞ്ചന ന വക്ഷ്യേ, ഇനി ഒരിക്കലും ആരോടും ഒന്നും പറയുകയുമില്ല. പറയണത് കൊണ്ടാണ് കാമവും ക്രോധവും ഒക്കെ ഉണ്ടാവണത്. വാക്കുകൾ നിയന്ത്രിച്ചാൽ തന്നെ മനസ്സിന് ശക്തി കിട്ടും, ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കും, കാമത്തിനെയും ക്രോധത്തിനെയും ജയിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇനി കണ്ടറിഞ്ഞ ഞാൻ നിൽക്കുള്ളൂ, എൻ്റെ
ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രഹ്മർഷി ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിനി ഒന്നും പറയുകയുമില്ല. കാമത്തെയും ക്രോധത്തെയും ഒന്നുകൂടി കഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ട് ജയിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ്. ഇനി അതിനുശേഷം 18ാമത്തെ ശ്ലോകം നോക്കാം. അഥവാ നോച്ഛ്വസിഷ്യാമി സംവത്സരശതാന്യപി അഹം ഹി ശോഷയിഷ്യാമി ആത്മാനം വിജിതേന്ദ്രിയ. അഥവാ, അത് മാത്രമല്ല, ഞാൻ വാക്കുകളൊന്നും പറയില്ല, കാമമില്ല, ക്രോധമില്ല എന്നൊന്നും, അത് മാത്രമൊന്നുമല്ല, ഞാനിനി നിയന്ത്രിച്ചു മാത്രമേ ശ്വാസഗതി നടത്തുകയുമുള്ളൂ. അതാണ് അഥവാ ന ഉച്ഛ്വസിഷ്യാമി. ഉച്ഛ്വസിഷ്യാമി വെച്ചാൽ ഞാൻ ശ്വസിക്കില്ല എന്നല്ല, ശ്വസിക്കൽ നിയന്ത്രിച്ചിട്ടാവും. ഞാൻ വളരെ നിയന്ത്രണത്തോട് കൂടിയിട്ട് മാത്രമേ ശ്വാസം കഴിക്കുകയുള്ളൂ. ശ്വാസം നിയന്ത്രിച്ചാൽ മനസ്സിനെ വളരെ വ്യക്തമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത്, അതൊക്കെ ശ്വാസനിയന്ത്രണവും യോഗ അഭ്യാസങ്ങളും ഒക്കെ വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ശരീരത്തിനെ വേണ്ടതുപോലെ കൊണ്ടു നടക്കാൻ മനസ്സിനെ ശ്വാസത്തിനെ ഒക്കെ നിയന്ത്രിച്ചാൽ മതി എന്നുള്ളത് ആചാര്യന്മാർ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞാനിനി ശ്വാസഗതിയെയും നിയന്ത്രിക്കാൻ പോവുകയാണ്. എത്ര കാലത്തേക്ക്? സംവത്സര ശതങ്ങൾ, 100 കൊല്ലത്തേക്ക് ഇനി ഞാൻ ശ്വാസം നിയന്ത്രിച്ച് ശ്വാസഗതിയെ ഞാൻ നിയന്ത്രിക്കും, വാക്കുകൾ ഞാൻ നിയന്ത്രിക്കും, പറയുന്നില്ല, മനസ്സിനെയും കാമത്തെയും ക്രോധത്തെയും ഒക്കെ ഞാൻ നിയന്ത്രിക്കും എന്നാണ് പറയണത്. അഹം ഹി ശോഷയിഷ്യാമി ആത്മാനം വിജിതേന്ദ്രിയ. വിജിതേന്ദ്രിയ അഹം, എല്ലാ ഇന്ദ്രിയങ്ങളെയും, അങ്ങനെ മനസ്സിനെയും ശ്വാസത്തിനെയും ഒക്കെ നിയന്ത്രിച്ചാൽ, ശ്വാസത്തിനെ ആദ്യം നിയന്ത്രിക്കണോ, അങ്ങനെ മനസ്സിനെയും നിയന്ത്രിച്ചാൽ പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ എളുപ്പമായി തീരും. അങ്ങനെ ഞാൻ എന്നെ തന്നെ ശോഷിപ്പിക്കും. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ് വിഷയങ്ങൾ കിട്ടുക, ആ വിഷയങ്ങൾ അകത്തേക്ക് വരുമ്പോഴാണ് മനസ്സ് തടിച്ചു കൊഴുക്കുക, ശരീരവും തടിച്ചു കൊഴുക്കുക. അപ്പോൾ എന്തു ചെയ്യണം? അതാണ് വിശ്വാമിത്രൻ വിചാരിച്ചത്. ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കാതെ സംയമനം ചെയ്ത് ഉറപ്പിക്കുക, മനസ്സിനെ ചാഞ്ചല്യമില്ലാത്തതാക്കുക. അങ്ങനെ വന്നാൽ പിന്നെ ഒന്നിലേക്കും വ്യാപരിക്കില്ല മനസ്സ്. ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കും, ശരീരം തപസ്സുകൊണ്ട് കർഷിക്കുകയും ശോഷിക്കുകയും ചെയ്യും. അടുത്ത ശ്ലോകം നോക്കാം. താവദ്യാവദ്ധിമേ പ്രാപ്തം ബ്രാഹ്മണ്യം സ്വതപോർജിതം അനുച്ഛ്വസന്ന ഭുഞ്ജാനസ്തിഷ്ഠേയം ശാശ്വതീ സമാഹ. യാവത് മേ സ്വതപോർജിതം ബ്രാഹ്മണ്യം പ്രാപ്തം താവത്. എപ്പോഴാണോ സ്വന്തം തപസ്സുകൊണ്ട്, ഞാൻ ചെയ്യണ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ബ്രാഹ്മണ്യത്തെ ഞാൻ പ്രാപിക്കുന്നത്, അതുവരെ താവത് അനുച്ഛ്വസൻ, ശ്വസിക്കാതെ, അഭുഞ്ജാന, ഭക്ഷണം കഴിക്കാതെ, ശാശ്വതീ സമാഹ തിഷ്ഠേയം, ഈ വരാൻ പോണ കാലങ്ങൾ മുഴുവനും തന്നെ, ഇപ്പം 100 സംവത്സരം എന്നൊക്കെ പറഞ്ഞല്ലോ, അത്രയും കാലം ഞാനിവിടെ നിന്ന് തപസ് ചെയ്യും. ആ ബ്രാഹ്മണ്യം കിട്ടണത് വരെ ഞാനൊന്നും കഴിക്കൂല, ശ്വസിക്കൂല എന്നൊക്കെയാണ് പറയണത്. വളരെ നിയന്ത്രിതമായിരിക്കും എന്നർത്ഥം ശ്വാസോച്ഛ്വാസങ്ങളൊക്കെ. ഞാൻ വിജിതേന്ദ്രിയനായിട്ട് ശ്വാസം നിയന്ത്രിച്ച് ഭക്ഷണം കഴിക്കാതെ അനേക വത്സരങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ്, ഇങ്ങനെ തന്നെ നിൽക്കാനാണ്, ഇങ്ങനെ തന്നെ വർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വയം പറയാണ്. നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. 3 വരികളുണ്ട്. നഹിമേ തപ്യമാനസ്യ ക്ഷയം യാസ്യന്തി മൂർത്തയ ഏവം വർഷസഹസ്രസ്യ ദീക്ഷാം സമുനിപുംഗവ ചകാര പ്രതിമാം ലോകേ പ്രതിജ്ഞാം രഘുനന്ദന. ഇനി ഞാൻ ഇത്രയും കാലം തപസ് ചെയ്യാണ്, ശ്വാസം എടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കുന്നില്ല, അങ്ങനെ വന്നാൽ ഞാൻ മരിച്ചു പോവോ? ഇല്ല. അതാണ് പറയണത്. തപ്യമാനസ്യ മേ മൂർത്തയഃ ക്ഷയം ന യാസ്യന്തി. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീര അവയവങ്ങൾ ഒന്നും നശിക്കുകയില്ല. മൂർത്തയഃ ക്ഷയം ന യാസ്യന്തി. മൂർത്തികൾ എന്ന് പറഞ്ഞാൽ, മൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് അർത്ഥം. മൂർത്തയഃ എന്നുള്ളത് കൊണ്ട് കയ്യ്, കാല് തുടങ്ങിയിട്ടുള്ള മുഖം, കണ്ണ്, ചെവി തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾക്കൊന്നും ഒരു ക്ഷയവും സംഭവിക്കില്ല. അതായത് അതൊന്നും നശിച്ചു പോവില്ല. ശരീരം കൃശമായി തീരും, പക്ഷെ ഇതൊന്നും നശിക്കില്ല. ഞാൻ ജീവനോടെ ഇവിടെ ഉണ്ടാവും ചെയ്യും. അനേക വർഷം 100 കണക്കിന് സംവത്സരങ്ങൾ ഇങ്ങനെ തന്നെ
ശുഷ്കമായിട്ട് ഞാൻ ജീവിക്കും. ഇപ്രകാരം ഏവം വർഷസഹസ്രസ്യ, ഇവിടെ 1000 കൊല്ലത്തിൻ്റെ കാര്യമാണ് പറയണത്. ദീക്ഷാം സമുനിപുങ്കവ ചകാര, ഇപ്രകാരം ഒരു 1000 കൊല്ലത്തേക്കുള്ള വലിയൊരു വ്രതം ആ മുനിപുങ്കവൻ സ്വീകരിച്ചു. അതെങ്ങനെയുള്ളതായിരുന്നു? ലോകേ അപ്രതിമാം പ്രതിജ്ഞാം ചകാര, ലോകത്ത് ഇങ്ങനെയൊരു പ്രതിജ്ഞ ആരും എടുത്തിട്ടില്ല. തപസ് ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവും, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ തപസ് ചെയ്യണവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്രയധികം കാലം ശരീരത്തെ മനസ്സിനെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഭക്ഷണമില്ല, വെള്ളമില്ല, ശ്വാസം വളരെ നിയന്ത്രിച്ച് അങ്ങനെയൊക്കെ തപസ് ചെയ്യും, എൻ്റെ ശരീരം നശിക്കുകയുമില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് തപസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുന്നവരൊക്കെ വളരെ കുറവാണ്. അതാണ് അപ്രതിമാം, ലോകത്തിൽ ഇതുപോലൊരു പ്രതിജ്ഞ വേറെ ആരും എടുത്തതായിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം ഇവിടെ വാൽമീകി മഹർഷി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യ ശാപേന മഹതാരംഭ ശൈലീ തദാഭവത് വചശ്രുത്വാ ച കന്ദർപ്പോ മഹർഷേ സ ച നിർഗത കോപേന ച മഹാതേജസ്തപോപഹരണേ കൃതേ ഇന്ദ്രിയൈരജിതൈരാമ നലേഭേ ശാന്തിമാത്മനഃ ബഭൂവസ്യ മനശ്ചിന്ത തപോപഹരണേ കൃതേ നൈവം ക്രോധം ഗമിഷ്യാമി ന ച വക്ഷ്യേ കഥഞ്ചന അഥവാ നോച്ഛ്വസിഷ്യാമി സംവത്സരശതാന്യപി അഹം ഹി ശോഷയിഷ്യാമി ആത്മാനം വിജിതേന്ദ്രിയ താവദ്യാവദ്ധി മേ പ്രാപ്തം ബ്രാഹ്മണ്യം സ്വതപോർജിതം അനുച്ഛ്വസന്ന ഭുഞ്ജാനസ്തിഷ്ഠേയം ശാശ്വതീ സമാഹ നഹി മേ തപ്യമാനസ്യ ക്ഷയം യാസ്യന്തി മൂർത്തയ ഏവം വർഷസഹസ്രസ്യ ദീക്ഷാം സമുനിപുങ്കവ ചകാരാപ്രതിമാം ലോകേ പ്രതിജ്ഞാം രഘുനന്ദന. ഇത് ശതാനന്ദൻ ശ്രീരാമനോട് പറയണ കഥയാണ്. വിശ്വാമിത്രൻ്റെ കഠിനമായിട്ടുള്ള പ്രതിജ്ഞ, കഠിനമായിട്ടുള്ള തപസ് ഒക്കെ വർണ്ണിച്ചുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.